ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സുപരിചിതമായ ഒരു വാക്കാണ് പരീക്ഷാ പേ ചർച്ച. എല്ലാ വർഷവും ബോർഡ് പരീക്ഷകൾക്ക് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന വലിയൊരു പരിപാടിയാണിത്. പരീക്ഷാ പേടിയെ എങ്ങനെ നേരിടണം, സമ്മർദ്ദങ്ങളില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതണം എന്നൊക്കെ അദ്ദേഹം കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ തെരുവിലിറങ്ങി കരയുമ്പോൾ, വലിയൊരു അനീതിക്ക് ഇരയായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പൂർണ്ണ മൗനത്തിലാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ജീവൻ മരണ പ്രശ്നമായ ഈ പരീക്ഷയെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു ചർച്ചയും നടത്താത്തത്? എപ്പോഴും വികസിത് ഭാരത് അഥവാ വികസിത ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് അവിടുത്തെ യുവതലമുറയാണ്. ആ യുവതലമുറയുടെ ഭാവിയാണ് മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടിലൂടെ ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ചോദ്യപേപ്പർ ചോർച്ചത ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലാതായിരിക്കുന്നു. അതൊരു പേപ്പർ ലീക്ക് എക്കോണമി അഥവാ ചോദ്യപേപ്പർ ചോർച്ച സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കോടിക്കണക്കിന് രൂപയുടെ വലിയൊരു മാഫിയയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പരീക്ഷകൾ സുതാര്യമായി നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലൊരു ഉന്നത സ്ഥാപനത്തിന് കഴിയുന്നില്ല എന്നത് വലിയൊരു ഭരണ പരാജയമാണ്. പരീക്ഷയ്ക്ക് മുൻപ് വിദ്യാർത്ഥികളെ ഉപദേശിക്കാൻ കൃത്യമായി സമയം കണ്ടെത്തുന്ന പ്രധാനമന്ത്രി ഈ ഭരണ പരാജയത്തെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ കണ്ണീരിനെക്കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നത് വലിയ വിരോധാഭാസമാണ്. നീറ്റ് പരീക്ഷ എന്നത് വെറുമൊരു കടമ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വർഷങ്ങൾ നീണ്ട അധ്വാനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഫലമാണ്. ആ സ്വപ്നങ്ങളാണ് ഒറ്റയടിക്ക് തകർന്നടിഞ്ഞത്. നിരാശരായ പല വിദ്യാർത്ഥികളും ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് കടുത്ത നിരാശയിലുള്ളത്. ഈ വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെയാണ് കാര്യങ്ങളെ കണ്ടത്. വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഇത് വലിയ മാനസിക ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വെറുതെ പ്രതിസന്ധിയുണ്ടെന്ന് സമ്മതിക്കുന്നതിന് പകരം വ്യക്തിപരവും സ്ഥാനപരവുമായ യഥാർത്ഥ ഉത്തരവാദിത്തം ഉറപ്പാക്കണമെന്നും കോടതി കർശനമായി പറഞ്ഞു. ഈ വിഷയം പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചെങ്കിലും പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് ഒരു ആശ്വാസ വാക്ക് പറയാൻ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി.എൻ. ശേഷന്റെ വാക്കുകളാണ്. 1995 അദ്ദേഹം എഴുതിയ എ ഹാർട്ട് ഫുൾ ഓഫ് ബർഡൻ എന്ന പുസ്തകത്തിൽ നമ്മൾ പാട്ടുകളാണോ എന്നൊരു വലിയ അധ്യായമുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ കാർന്നു തിന്നുന്ന അഴിമതിയെക്കുറിച്ചും കോപ്പിയടിച്ചും ചോദ്യപേപ്പർ ചോർത്തിയും ഡോക്ടർമാരും എഞ്ചിനീയർമാരും IAS ഉദ്യോഗസ്ഥരുമൊക്കെ ആകുന്ന ഭയാനമായ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. പണവും സ്വാധീനമുള്ളവർ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങുമ്പോൾ രാവും പകലും ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ഭരണകൂടം പാട്ടുകളെപ്പോലെ യാതൊരു വിലയുമില്ലാത്തവരായി കാണുകയാണോ? ഈ വ്യവസ്ഥിതിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും NTA-യുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ സർക്കാരിന്റെ പിടിപ്പുകേടിലാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ 12 വർഷത്തെ തങ്ങളുടെ ഭരണപരാജയങ്ങൾക്കെല്ലാം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്ന മോദി സർക്കാർ അതിശയകരമെന്ന് പറയട്ടെ, ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇതുവരെ നെഹ്റുവിന്റെ പേര് വലിച്ചിഴച്ചിട്ടില്ല. ഒരു പരീക്ഷ പോലും നേരെ ചൊവ്വാൻ നടത്താൻ കഴിയാത്ത സർക്കാരായി NDA സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷവും ശക്തമായി ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി തുലാസിലായിട്ടും സർക്കാരിന്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് കൃത്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ആ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പരീക്ഷയെ പേടിച്ചില്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയോടുള്ള അവരുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ അനീതിക്കെതിരെ വെറുമൊരു പരീക്ഷാ പേ ചർച്ചയുടെ വേദിയിൽ നിന്നല്ല, മറിച്ച് നീതിപീഠത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായ മറുപടിയും നടപടിയുമാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ മൗനം വെടിയുമോ? നമ്മുടെ വിദ്യാർത്ഥികളെ കോമാളികളാക്കുന്ന ഈ വിദ്യാഭ്യാസ മാഫിയക്കെതിരെ കർശന നടപടിയുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.